ഇത് ഖവാരിജികളുടെ വാദാണ്. അതുകൊണ്ടാണ് ഈ വാചകത്തിന് അർത്ഥം കൊടുത്തപ്പോൾ ഇവിടെ ഒരു ഒന്ന് കയറിയത്. ഇമാം റാസിയുടെ ഇബാറത്തിൽ ഒന്നില്ല. എന്താണ് ഈ ഒന്ന്? ഇയാൾ എഴുതുകയാണ്. ആര്? ഇബാദത്ത് പണ്ഡിതരുടെ വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതുകയാണ്, ഷെയ്ഖ് മുഹമ്മദ് എഴുതുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ബോധപൂർവം ധിക്കരിച്ച് കുറ്റം ചെയ്താൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അത് റാസിയിൽ എവിടെ? അത് റാസിയുടെ വാചകത്തിൽ എവിടെ? അപ്പൊ ഒന്നിട്ട് മൂപ്പര് വിശദീകരിക്കും. മൂപ്പര ശറഹ് എഴുതുന്നത്. ആര്? കാരക്കൊന്ന് ശറഹ് എഴുതി കൊടുക്കണം. എന്തിന്? റാസിയുടെ വാചകത്തിന് അള്ളാഹുവിന്റെ കൽപ്പനകൾ ബോധപൂർവം ധിക്കരിച്ച് കുറ്റം ചെയ്താൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. ആ പറഞ്ഞത് ശരിയല്ല, ആ വ്യാഖ്യാനവും ശരിയല്ല. അപ്പോൾ ഈ അടിക്കുറിപ്പോടുകൂടി മാത്രമേ ഇമാം റാസിയുടെ ഈ വാചകം ആരും സ്വീകരിക്കുന്നുള്ളൂ. ഇത് തെളിവാക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. ആ പറഞ്ഞ വാചകം, റാസി പറഞ്ഞ വാചകത്തിന് അടിക്കുറിപ്പില്ല, ഈ വ്യാഖ്യാനമില്ല. നേർക്കുനേരെ പറയുന്നത് ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം കൽപ്പിച്ചു എങ്കിൽ അയാൾ ചിന്തിക്കണമെന്ത്? ഇത് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അവന്റെ കൂടെ ശൈത്താനുണ്ട്. ആ ശൈത്താനെ അനുസരിച്ചാൽ അവൻ ആരായി? മുശ്രിക്കായി. ആ ശൈത്താനെ ആരാധിച്ചു. ഇതാണ് റാസി ഇമാം പറഞ്ഞത്. ആ റാസി ഇമാം പറഞ്ഞ വാചകം അബദ്ധമാണ്, തെറ്റാണ്. ഇതാണ് ഉമർ മൗലവി പറഞ്ഞത്. എന്നാൽ ഇവിടെ അടിക്കുറിപ്പ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച കാരക്കുന്ന് അവിടെ എന്തെടുത്തറിയോ? CD-യിൽ ഇപ്പൊ അടിക്കുറിപ്പ് 1 എന്ന് പറഞ്ഞ അടിക്കുറിപ്പ് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മൂപ്പര് വേറൊരു നമ്പരാ. എന്ത്? ഇത് ഉമർ മൗലവിക്ക് അറിയാം, ഉമർ മൗലവി ഈ വിവരം അറിയാം, റാസി പറഞ്ഞത് അറിയാം. റാസി പറഞ്ഞത് ഉമർ മൗലവിക്ക് അറിയാം എന്ന് പറയുന്നത് വേറൊരു തട്ടിപ്പിന്റെ ഭാഗം. അതെന്താണെന്നറിയോ? ആദ്യം ഇവർ ഈ വാർത്ത മുന്നിൽ വെച്ചത് റാസി പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളയല്ലാത്തവരെ അനുസരിച്ചാൽ, അഥവാ പിശാചിനെ അനുസരിച്ചാൽ അത് ഇബാദത്താണ് എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ജമാഅത്തുകാർ അത് പറയും. ഉമർ മൗലവി പരിശോധിച്ചു. ഏത് പരിശോധിച്ചു? റാസി പരിശോധിച്ചു. അപ്പോ ജമാഅത്തുകാർ പറയുന്ന പോലെ ഉണ്ട്. അപ്പൊ ഉമർ മൗലവി എന്ത് ചെയ്യുന്നറിയോ? ഉമർ മൗലവി നേർക്കുനേരെ കാര്യം പറഞ്ഞു. എന്ത്? അത് തെറ്റാണ്, അബദ്ധമാണ് പറഞ്ഞത്. അതിനുശേഷമാണ് സൂറത്തുൽ ബയ്യിനയുടെ ശറഹ് വിശദീകരണം റാസിയിൽ നിന്ന് കൊച്ചിയിലുള്ള ഒരു പണ്ഡിതൻ ഉമർ മൗലവിക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ടപ്പോ ഉമർ മൗലവി പറഞ്ഞു, എടോ, യാസീന്റെ വ്യാഖ്യാനത്തിൽ റാസി സൂറത്തുൽ ബയ്യിനയിൽ അതിന്റെ യഥാർത്ഥമായ വിശദീകരണം റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇയാൾ നേരെ തലതിരിച്ചു, സംഭവം നേരെ തിരിച്ചു വെച്ചു. അപ്പൊ എന്തായി? ആദ്യം റാസി അങ്ങനെ പറഞ്ഞിട്ടില്ല, റാസി തെറ്റാണ്, വിവാദത്തിനനുസരിച്ച് അർത്ഥം പറയാൻ പാടില്ല എന്നാണ് റാസി ഇമാം പറഞ്ഞത് എന്ന് ഉമർ മൗലവി പറഞ്ഞു. പിന്നെ പറയണം ഉമർ മൗലവി അല്ലാത്തവരെ അനുസരിച്ച ശിർക്കാന്ന് പറയുന്നുണ്ട്, അത് അബദ്ധാണ്. ആണോ? അപ്പൊ അത് വൈരുദ്ധ്യായില്ലേ? സംഭവം നേരെ തിരിഞ്ഞുള്ളത്. ആദ്യം ഉമർ മൗലവിയുടെ ജമാഅത്തുകാരാ പറയണത് റാസി ഇബാറത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അള്ളയല്ലാത്തവർ ആരാധിച്ചാല് അള്ളയല്ലാത്തവർ അനുസരിച്ചാൽ അത് ശിർക്കാണ്, ഇബ്ലീസിന്റെ ശൈത്താൻ അനുസരിച്ചാൽ ശിർക്കാന്ന് റാസിയിലുണ്ട്. അതിനുശേഷമാണ് ഉമർ മൗലവി റാസിയിലെ ബയ്യിനയിലെ ഇബാറത്ത് കാണുന്നത്. അതിപ്പോ റാസി ഇമാം പറഞ്ഞു കണ്ടു, ഇമാം റാസിയുടെ അഭിപ്രായമായത് സ്വീകരിക്കാൻ പറ്റില്ല, സൂറത്തു യാസീനിലെ വ്യാഖ്യാനം സ്വീകരിക്കാൻ പറ്റില്ല, കാര്യം അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അവിടെ ഉമർ മൗലവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു കാവൽ, ആ കാവല് ഉമർ മൗലവിയുടെ വാചകത്തിലുണ്ട്. എന്താ വാചകം അറിയോ? ആ വാചകം അറിയോ? എന്ത്? ഇമാം റാസി, ആ റാസിയാണ് ഇത് ഈ വ്യാഖ്യാനം എഴുതിയത് എന്ന് പറയാൻ കഴിയില്ല. ഇമാം റാസിയാണ് ഈ വ്യാഖ്യാനം എഴുതിയത് എന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. കാര്യം ഈ യാസീന്റെ വ്യാഖ്യാനത്തിൽ തന്നെ റാസി ഇമാമിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, റാസി ഇമാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, റാസി ഇമാമിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആര്? റാസി ഇമാം തന്നെ റാസി ഇമാമിന് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആർക്ക്? റാസി ഇമാമിന്. അപ്പോ റാസി ഇമാം ഗസാലിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് റാസി ഇമാം ഗസാലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോ റാസി ഇമാം തന്നെ റാസി ഇമാം ഗസാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമോ ഈ തഫ്സീറിൽ? അപ്പൊ പല രൂപത്തിലും വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും ഈ യാസീന്റെ ശറഹ് റാസി ഇമാം എഴുതിയതല്ല.
റാസി ഇമാമിന്റെ വാചകമല്ല എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വ്യക്തമായി നമുക്ക് റാസി ഇമാമിൽ നിന്ന് വന്നതല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ സൂറത്തുൽ ബയ്യനയുടെ വ്യാഖ്യാനം, ആ വ്യാഖ്യാനം റാസി ഇമാം എഴുതിയതാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ വ്യാഖ്യാനം റാസി ഇമാം എഴുതി. പക്ഷെ യാസീനിൽ അതിന്റെ വ്യാഖ്യാനം റാസി ഇമാം എഴുതിയതാണ് എന്ന് ഗണ്യതമായി തെളിയിക്കാൻ സാധ്യമല്ല. റാസി ഇമാം എഴുതിയതാണ് എന്ന് തെളിയിക്കുക സാധ്യമല്ല. പിന്നെ ആരാ എഴുതിയത്? പിന്നെ ആരെഴുതി? ആരൊരാൾ എഴുതി. ആരാ എഴുതിയത്? ആരൊരാൾ എഴുതി. ആരൊരാൾ എഴുതി. ഇതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി റാസി ഇമാം തന്നെ എഴുതിയതാണെന്ന് വെക്കുക. റാസി ഇമാം തന്നെ എഴുതിയതാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് സ്വീകരിച്ചാലും ജമാഅത്തെ ഇസ്ലാമി ഇത് സ്വീകരിക്കോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല? ശൈഖ് തന്നെ തുറന്നുകൊണ്ട് വിശദീകരിക്കുന്ന നിങ്ങൾ കേൾക്കുക. എന്നിട്ട് പോലും ജമാഅത്ത് വിമർശകർ എഴുതുന്നു, പിശാച്ചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫറാവും എന്ന ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ വാദയില്ല. സൽസബീൽ പുസ്തകം 8 ലക്കം 2 പേജ് 35 എഴുതിയത്. പിശാച്ചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫറാവും എന്ന് ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അങ്ങനെ വാദമില്ല. അള്ളാഹുവിനെ ബോധപൂർവം ധിക്കരിച്ചുകൊണ്ട് പിശാച്ചിനെ അനുസരിക്കുമ്പോഴാണ് ശിർക്കായി മാറുക. മൂപ്പര് റാജിയുടെ വാചകം വായിക്കാൻ പോണ്. റാജിയുടെ വാചകം വായിക്കാൻ പോണെന്ത്? അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യം ചെയ്താൽ, അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് ശിർക്കാകും എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാര് വാദിക്കുന്നു എന്ന് ഉമർ മൗലവി പറഞ്ഞു. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് വാദമില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ ശിർക്കാകുമെന്ന വാദം അത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ല എന്ന് മൂപ്പര് പറയാം അഡ്വാൻസ് ആയിട്ട്. ഇത് അടിക്കുറിപ്പാ പറയുന്നത്. അടിക്കുറിപ്പാണിത്. ഏത് അടിക്കുറിപ്പ്? പുസ്തകത്തിന്റെ അടിക്കുറിപ്പ്. കാസറ്റിൽ അടിക്കുറിപ്പ് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉമർ മൗലവി അങ്ങനെ പറയുന്നൊരു വാചകം ഉണ്ട്. ഉമർ മൗലവി അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അത് ശരിയല്ലോ, ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ വാദമില്ല പറയാ. എന്നിട്ട് അദ്ദേഹം റാസിയുടെ വാചകം വായിക്കാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം അള്ളാന്റെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം അത് ഒരാൾ വന്ന് പറഞ്ഞാൽ അയാളെ അനുസരിച്ചാൽ പിശാചിനെ ആരാധിച്ചു എന്ന് പറയുന്ന ആ വാചകം അത് തന്നെ ഉദ്ധരിക്കുക. അപ്പൊ എന്തായി അർത്ഥം? അള്ളയില്ലാത്തവരെ അനുസരിച്ച്, അള്ളാന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യത്തിൽ അള്ളയില്ലാത്തവരെ അനുസരിച്ചാൽ അവൻ ആരാകും? മുശ്രിക്കാവും. കള്ളു കുടിച്ചാൽ മുശ്രിക്കാവും, വ്യഭിചരിച്ചാൽ